السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن معاذ بن جبل رضي الله عنه أن رسول الله صلى الله عليه وسلم قال: اتق الله حيثما كنت واتبع السيئة الحسن تمحها وخالق الناس بخلق حسن. റവാഹു അത്ർമുദി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കേൾക്കാനും പറയാനും എളുപ്പമുള്ള കാര്യങ്ങളാണ്, അത് പ്രാവർത്തികമായ തലത്തിൽ കൊണ്ടുവരുമ്പോൾ ഏറ്റവും പ്രയാസവും. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ ഇബാദത്തും അമലുമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആണ് തെറ്റുകൾ കുമിഞ്ഞുകൂടാതിരിക്കുക എന്നുള്ളതും അവ മായ്ച്ചു കളയാൻ പരിശ്രമിക്കുക എന്നുള്ളതും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതിലേറ്റവും പ്രധാനമായ തലത്തിൽ തെറ്റുകൾ വരാതിരിക്കാനുള്ള പഴുതടയ്ക്കുന്നതിൻ്റെ ഒന്നാമത്തെ സ്ഥാനത്ത് നിർത്തേണ്ടത് എന്ത് എന്ന് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നീ എവിടെയായിരുന്നാലും, സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും കുറേ ആളുകൾക്കിടയിലാണെങ്കിലും ഒക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിച്ചാൽ തെറ്റുകൾ വരാതിരിക്കാനുള്ള ഒരു വലിയ പരിഹാര മാർഗമായിട്ടത് കാണാൻ പറ്റും. സൂക്ഷ്മത കുറവും ജാഗ്രത കുറവും ഒക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മേക്കാൾ എത്രയോ പവർഫുൾ ആയിട്ടുള്ള ശത്രുവാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ പല പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുമെങ്കിൽ പോലും അതിനൊക്കെ ചില സമയങ്ങളും സന്ദർഭങ്ങളും സുരക്ഷിതമായ അവസ്ഥകളുമുണ്ട്. എന്നാൽ ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം സമകാല ദേശവേഷ വ്യത്യാസമില്ലാതെ 24 മണിക്കൂറും അതിനേക്കാൾ ആഞ്ഞു കുത്താവുന്ന ശക്തിയാണ് അവനുള്ളത്. നമ്മളൊരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ 10,000 സുബ്ഹാനല്ലാഹ് തകർത്ത് കളയാൻ, നമ്മളൊന്ന് കഷ്ടപ്പെട്ട് നിസ്കരിക്കുമ്പോൾ 10,000 നിസ്കാരങ്ങൾ ബാത്തിലാക്കാൻ, നമ്മളൊരു നന്മയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ 10,000 തിന്മകളിലേക്ക് ക്ഷണിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ മുൻപിൽ അലങ്കൃതമായി തോന്നിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ് അതിനുള്ളത്. അതിന് പരിഹാരമാർഗം ഒന്നത്രേ ഉള്ളൂ. എന്ത്? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: കുല്ലു ബനി ആദം ഖതാഉൻ. ആദമിന്റെ മക്കളൊക്കെ തെറ്റുകൾ ചെയ്യാൻ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒത്തിണങ്ങിയാൽ അത് ചെയ്യാൻ പറ്റുന്ന ഈ രൂപത്തിലുള്ള പ്രലോഭനവും പ്രകോപനവുമായി വരുന്ന ശൈത്വാനും കൂടി ഉണ്ടാകുമ്പോൾ അതിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വഖൈറുൽ ഖതാഈന അത്തവാബൂൻ. തെറ്റുകൾ സംഭവിക്കുന്നതിൽ ഏറ്റവും ഖൈറായ ചില വ്യക്തികളുണ്ട്, അത് തൗബ ചെയ്യുന്നവരാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. കേവലമായ ഇസ്തിഗ്ഫാറിനേക്കാൾ ഉപരിയായ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് അവനവന്റെ തെറ്റുകുറ്റങ്ങളുടെ കനം കുറയ്ക്കാൻ ഓരോ വ്യക്തിയും ശ്രദ്ധിക്കണമെന്ന് കൂടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. പരിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിലെ 114-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം: വഅഖമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി. പകലിന്റെ രണ്ടറ്റവും രാത്രി പകലിനോട് ചേരുന്ന സന്ദർഭങ്ങളിലുമൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് നമസ്കാരത്തിൽ കഴിഞ്ഞുകൂടുന്നവരായിരിക്കുക. ഇന്നൽ ഹസനാത്ത്, തീർച്ചയായും നന്മകൾ, യുദ്ഹിബുന സയ്യിആത്ത്, തിന്മകളെ പോക്കിക്കളയും. ദാലിക ദിക്റാ ലിദാകിരീൻ. അത് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ഓർമ്മിക്കുന്ന ആളുകൾക്കുള്ള ഉത്ബോധനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. അപ്പോൾ അമലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. വത്ബഇസ് സയ്യിഅ. ഒരു തിന്മ വന്നു കഴിഞ്ഞാൽ ആ തിന്മയെ എന്ത് ചെയ്യണം? മറയ്ക്കാൻ ഉപകരിക്കുന്ന നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ചോദിക്കുകയാണ്: യാ റസൂലല്ലാഹ്, ഔസിനി, എന്നെ ഉപദേശിക്കണേ. ഖാല ഇദാ അമിൽത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നീ ഒരു കർമ്മം ചെയ്യുന്നു, അത് സയ്യിഅത്തൻ, തിന്മയായിപ്പോയി, തെറ്റായിപ്പോയി. ഫത്ബഉഹാ അൽ ഹസന. നീ ഒരു നന്മ അതിനെ തുടർന്ന് ചെയ്യുക. തംഹുഹാ. എങ്കിൽ ആ നന്മ എന്ത് ചെയ്യും? ആ തിന്മയെ മായ്ച്ചു കളയും. അപ്പൊ മായ്ക്കാനുള്ള അവസ്ഥയാണ് നന്മകൾ എന്ന് മനസ്സിലാക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാം: യാ റസൂലല്ലാഹ്,
അമൽ ഹസനത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹസനത്തുകളിൽ വെച്ച്, നന്മകളിൽ വെച്ച് ഏറ്റവും നല്ലത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ അഫ്ളലുൽ ഹസന, അതാണ് ഏറ്റവും നല്ല ഹസനത്ത്. അഫ്ളലുൽ ദിക്റും അഫ്ളലുൽ ഹസനയും ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും നല്ല ദുആ ഏതാ? അഫ്ളലുൽ ദുആ അൽഹംദുലില്ലാഹ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നന്മകളാണ്. അതോടൊപ്പം തന്നെ തിന്മകളെ മായ്ച്ചു കളയാനുള്ള മാർഗവുമാണ്. അതുവഴി നന്മകളെല്ലാം സ്വരൂപിച്ച് തിന്മകളെല്ലാം നമ്മിൽ നിന്ന് മാറ്റിവെച്ച് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സുരക്ഷിതമായ ഹൃദയവുമായി കണ്ടുമുട്ടാൻ കഴിയണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ദിക്റുകളും ഔറാദുകളുമായി അവസാനം ഈ ഏറ്റവും അഹ്സനും അഫ്ളലുമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നാവിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് ചുണ്ടിങ്ങനെ അടച്ച് കണ്ണുകൾ രണ്ടും കൂപ്പി പുഞ്ചിരിച്ചുകൊണ്ട് റൂഹിനണ്ട് വിട്ടുകൊടുക്കുന്നതിനാണ് സലീമായ ഹൃദയത്തോടു കൂടി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഒന്നാമത്തെ തുടക്കം. അത്തരമൊരു മഹാഭാഗ്യത്തിന്റെ ഉടമകളായി തീരാനുള്ള തൗഫീഖ്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായി ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വന്നുപോയ പാപപ്പിഴവുകളൊക്കെയും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറും തൗബയും നടത്തി പുറത്തു കിട്ടി സമാശ്വാസത്തോടുകൂടി ഇബാദത്തും അമലും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാബിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ തഖ്വ സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറയാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അള്ളാഹു ശാരീരികവും മാനസികവും സാമ്പത്തികവുമായത് എളുപ്പമാക്കി തന്ന് അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ റിസ്ഖിൽ മഈഷത്തിൽ അള്ളാഹു നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും അവന്റെ ഖൈറും ബറക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.